ഞാൻ ഇതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയമായി ശരിയല്ല. എന്നാൽ രാഹുൽ ഗാന്ധി പക്വതയില്ലാത്തൊരു നേതാവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷവും ഏറ്റവും പ്രധാനമായും ആക്രമിക്കപ്പെട്ട ഇന്ത്യയിലെ നേതാവെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും BJP നേതൃത്വവും എക്കാലവും അവരുടെ എതിർപ്പുകളും അവരുടെ ആക്രമണങ്ങളും എല്ലാം മുനകൂർപ്പിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കി, രാഹുൽ ഗാന്ധിയെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി, രാഹുൽ ഗാന്ധിയെ പലതരത്തിലുള്ള കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പം നാഷണൽ ഹെറാൾഡിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തു. എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി അകത്തു പോകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കണ്ടുകിട്ടാത്തതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പാർലമെൻറ്റിലും അതുപോലെ തന്നെ രാജ്യത്തെമ്പാടും നരേന്ദ്രമോദിക്കെതിരായിട്ടും BJPക്കെതിരായിട്ടും നിരന്തരം സംസാരിച്ചിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണത് എല്ലാ സമയവും എനിക്കങ്ങനെ തോന്നിയില്ല. രാഹുൽ ഗാന്ധി കണ്ണൂരിൽ സംസാരിച്ച കാര്യം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാധാരണ സ്ഥാനാർത്ഥിയായി ചുരുങ്ങിക്കൂടാ. രാഹുൽ ഗാന്ധിയെ ദേശീയ രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഇടതുപക്ഷം പോലും രാഹുൽ ഗാന്ധിയെ ഈ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്നൊരു പാർട്ടിയുമായി സഖ്യം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം. ഒരു സംശയമില്ലല്ലോ. അത് ബംഗാളിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ആ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണെന്നുള്ള അഭിപ്രായമൊന്നും ഇടതുപക്ഷത്തിനില്ല. എന്നാൽ കേരളത്തിൽ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെയാണ് പിണറായിയുടെ പാർട്ടിക്ക് എതിർക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പരസ്പരമാണ് പോരടിക്കുക, അവർ പരസ്പരമാണ് വെല്ലുവിളിക്കുക. ഇവിടെ BJPയെ അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഈ 20 മണ്ഡലങ്ങളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ലെന്നേ. അതുകൊണ്ട് BJPക്കെതിരായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് 24 മണിക്കൂറും പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇല്ല. അതേസമയം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന UDFും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDFും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ അവർക്ക് പരസ്പരം ശത്രുതയോടുകൂടി തന്നെ പ്രചാരണം നടത്തേണ്ടി വരും. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊക്കെ സംഭവിക്കും. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്ററിങ് എപ്പോഴും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് നിരന്തരം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിലുള്ള സംശയമില്ല. ഇപ്പം നോക്കൂ, ഭാരത് ജോഡോ പോലെ ഒരു വലിയ രാഷ്ട്രീയ ജാഥ നടത്തി ഇന്ത്യയിലെമ്പാടും സഞ്ചരിക്കുകയും മണിപ്പൂർ പോലുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് പോയി ഇടപെടുകയും അത്തരം വിഷയങ്ങൾ പാർലമെൻറ്റിൽ അതിശക്തമായി ഉന്നയിക്കുകയും അദാനി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തീവെട്ടിക്കൊള്ളയെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അത്തരം രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുള്ള വളരെ പക്വമതിയായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. അക്കാര്യത്തിൽ ഒരു സംശയവും ഇടതുപക്ഷത്തിനുമില്ല, കോൺഗ്രസിനുമില്ല, മതേതരവാദികളായ ഒരു ഇന്ത്യക്കാരനുമില്ല. ഇവിടുത്തെ പ്രശ്നം ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് പിണറായി വിജയനെതിരായിട്ടും ഒന്നും സംസാരിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ നേരിടാവുന്നതേ ഉള്ളൂ കേരളത്തിലെ LDFിനെ. എന്ന് മാത്രമല്ല വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി വിക്ടറിയാണ്. ഒരു കാരണവശാലും ഒരു പ്രതിസന്ധിയും ഇല്ലാത്തൊരു മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലും UDFിന് വലിയ മേൽക്കൈയുണ്ട് എന്ന് വലിയ സർവേ റിപ്പോർട്ടുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഈ രീതിയിലുള്ളൊരു പോസ്റ്ററിങ് നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ലീഗിൻ്റെ പതാക, ദേശീയ പതാക, കോൺഗ്രസിൻ്റെ പതാക, ഇത് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ വിഷമിക്കണ്ടേ? അവിടെയാണല്ലോ പ്രശ്നം. അത് പറ്റും. രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം അതാണ്. കാരണം എന്താണ്, ഈ എല്ലാ നിമിഷവും തെറ്റായ വാർത്തകൾ, ഫേക്ക് ന്യൂസ് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന മെക്കാനിസവും മെഷീനറിയും രാജ്യത്തെമ്പാടും പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയ്ക്ക് മിന്നാമിനിങ്ങനെ കണ്ടാലും പേടി വരുന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. തീക്കൊള്ളി കൊണ്ട് അടികൊണ്ടു. അപ്പോൾ മിന്നാമിനെ കാണുമ്പോഴും പേടിക്കുമെന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഈ പതാക എടുത്തു വെച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാൻ്റെയും പതാക ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ. ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ മഹാരാഷ്ട്രയിലെയോ ഛത്തീസ്ഗഡിലെയോ ഒരു സാധാരണ ഗ്രാമീണനെ സംബന്ധിച്ചിടത്തോളം അവനിതൊന്നും മനസ്സിലാവില്ല. അവന് മനസ്സിലാവാത്രത്തോളം കാലം എന്താ? ഒരൊറ്റ കാര്യം ഞാൻ പറയാം. 2019 വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സർക്കാരായിട്ടാണല്ലോ നരേന്ദ്രമോദി 2014 മുതൽ 19 വരെ ഭരിച്ച
തീരുമാനിച്ചിട്ട് 19 തെരഞ്ഞെടുപ്പിലേക്ക് പോയത്? എന്തിനായിരുന്നു പുൽവാമ സംഭവം? എന്തിനായിരുന്നു ബാലാക്കോട്ടിലെ ആക്രമണം? ആ ബാലാക്കോട്ടിലെ ആക്രമണത്തിന് ശേഷം എന്താണ് നരേന്ദ്രമോദി പോയിട്ട് പ്രസംഗിച്ചത്? നോക്കൂ, അവിടെ വീരമൃത്യു വരിച്ച ആ സൈനികർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണം? നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്യണം. എന്താണ് വലിയ 5 വർഷത്തെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് പോയിട്ട് ഈ ബാലാക്കോട്ട് ഉണ്ടാക്കിയത്? അറിയാം നരേന്ദ്രമോദിക്ക്, അറിയാം BJPക്ക് ദേശീയ വികാരം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വികാരമാണ്. അല്ലല്ല, അത് സത്യപാൽ മലിക് പറഞ്ഞതാണ്. സത്യപാൽ മലിക് പറഞ്ഞതാണ് പുൽവാമ ഉണ്ടാക്കിയത്, പുൽവാമയിൽ വലിയ വീഴ്ച എന്ന് പറയുമ്പോൾ അത് അങ്ങയുടെ കോട്ടായിട്ടാണ് വരിക, അല്ലെങ്കിൽ സത്യപാൽ മാലിക്കിനെ കോട്ട് ചെയ്ത്? അതെ അതെ, സത്യപാൽ മലിക്കിനാണ്. ഞാനത് കോട്ട് ചെയ്തിരുന്നല്ലോ, ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണല്ലോ, ജനങ്ങളുടെ മുമ്പിലുള്ളതാണല്ലോ. പുൽവാമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്നും അജിത് ദോവൽ പറഞ്ഞതെന്നും അന്ന് അവിടെ ഗവർണറായിട്ടുള്ള സത്യപാൽ മലിക് ജനങ്ങളോട് വിളിച്ച് പറഞ്ഞതാണ്. ഞാനതൊന്ന് കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും അല്ല, അതിപ്പോൾ പറയുന്നുണ്ടോ കുഴപ്പമൊന്നേ. അതൊക്കെ പച്ചയായ പരമാർത്ഥമായിട്ടും വലിയ കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിവാദ വിഷയമായിട്ട് നമുക്ക് മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ നിമിഷം വരെ സത്യപാൽ മലിക്കിനെതിരായിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ BJP? ഈ നിമിഷം വരെ നരേന്ദ്രമോദി അക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? എന്താ നടത്താത്ത? ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? കാരണം വെച്ചാൽ പുൽവാമയിൽ സംഭവിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടുകൂടിയല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സത്യപാൽ മലിക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ തെറ്റായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആ വലിയ പ്രചാരണം നടത്തിക്കൂടെ? മാത്രമല്ലെന്നേ, നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് ആക്ഷേപം ഉന്നയിച്ചത്, BJPക്കെതിരായിട്ടല്ല. സത്യപാൽ മലിക് ആക്ഷേപം ഉന്നയിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ മിണ്ടാതിരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന വലിയ എന്താ പറയുക, ആ ദേശീയ വികാരം എന്താണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന നരേന്ദ്രമോദി അതിനെ ഉണർത്താനാണ് ബാലാക്കോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനെയും കൂടി രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം സംഭവിച്ചാൽ അത് വലിയ അപകടം ചെയ്യും. നമ്മുടെ ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധം ഹിന്ദുത്വ പുനരുദ്ധാരവാദികൾക്കെതിരായിട്ട്, മതേതരത്വത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾക്കെതിരായിട്ട്, ഒരു ഭൂരിപക്ഷ മതവിശ്വാസത്തെ രാജ്യത്തിന് മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിക്ക് വന്നു പെട്ടുപോയിട്ടുള്ള ഒരു സവിശേഷ സാഹചര്യമാണത്. ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് കോൺഗ്രസ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അതിനെതിരെ CPM ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലാണെന്നേ ഫൈറ്റ്. അതുകൊണ്ട് തന്നെ CPM അതിൻ്റെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവരിത് ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസിനെ തന്നെയാണ് കേരളത്തിൽ CPM ഫൈറ്റ് ചെയ്യുന്നത്, BJP അല്ല. Meet the editors.